ഇവരുടെ ആരുടെ വീട്ടിലാണ് രക്തസാക്ഷിയുള്ളത്? ഈ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർമാരുടെയും പി ബി മെമ്പർമാരുടെയും സി സി മെമ്പർ ഇവിടെ ആരുടെ വീട്ടിലാണ് രക്തസാക്ഷിയുള്ളത്? എൻ്റെ വീട്ടിൽ രക്തസാക്ഷിയുണ്ട്. എൻ്റെ ഇളയ അരിയൻ എസ് എഫ് ഐയുടെ 12 യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, പാർട്ടി മെമ്പറായിരുന്നു. അവനെ കെ എസ് യുക്കാരാണ് തല്ലിക്കൊല്ലുന്നത്. കെ എസ് യുക്കാരെ അവിടെയൊക്കെ നയിച്ചത് എസ് എഫ് ഐക്കാരാണ്. അറിയിക്കണം. അവൻ ചങ്ങലയ്ക്ക് അടിയേറ്റ് ക്ലാസ് മുറിയിൽ രാവിലെ ഇക്കണോമിക്സ് BA ആണ്, 18 വയസ്സായിട്ടുള്ളൂ, സെക്കൻഡ് ഇയറാണ്. അവൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ക്ലാസ് മുറിയിൽ ഇരിച്ച ക്ലാസ് നടക്കുകയാണ് രാവിലെ 10 മണിക്ക് ശേഷം 10:30. അപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ വന്ന് ഭുവനേശ്വര നമ്മുടെ കുട്ടികളെ തല്ലുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റപ്പോൾ അധ്യാപകൻ ഭുവനേശ്വരനെ അവിടെ ഇരിക്കും, പോണ്ട, എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അല്ലേ. അവൻ ഇറങ്ങി പോയി നേരെ പടി കയറി പ്രിൻസിപ്പലിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ അവർ 19 പേര് നിൽക്കുക. സൈക്കിൾ ചെയിൻ കൊണ്ട് അടിച്ചപ്പോൾ കണ്ണുപൊട്ടി. അപ്പോൾ കണ്ണ് തപ്പി പിടിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ വന്ന് അങ്ങോട്ട് കെട്ടിട മുകളിൽ 2ാമത്തെ നില അങ്ങ് പോയി. അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞ് മാത്തമാനസ് അധ്യാപകരുടെ മുറിയാണ്. അവിടെ ഇങ്ങനെ കല കുഴിച്ചിരുന്ന് കണ്ണ് തപ്പി കരയുകയാണ്. അപ്പോൾ എസ് എഫ് ഐയും കെ എസ് യുവും തമ്മിൽ സംഘടന ഉണ്ടായി. കെ എസ് യുക്കാരുടെ കയ്യിൽ പിടികൊടുക്കാതെ എസ് എഫ് ഐക്കാർ ഓടി ഈ മുറി വന്ന് കയറി. എന്നിട്ട് അവരെന്താ ചെയ്തത്? അവനെ മൈൻഡ് ചെയ്തില്ല. അവർ ജനൽ തുറന്ന പൈപ്പ് വഴി ഇറങ്ങി അവൻ രക്ഷപ്പെട്ടു. മറ്റവർ വരികയാണ്. ഭുവനേശ്വരനെ കണ്ടു. അവർ ആരെ പിടിക്കുന്ന തലതാരിച്ചടിച്ച് കൊന്നു. ഇതാണ് സംഭവം. അവർ ഈശ്വരൻ കേസ് കൊന്നൊന്നും പറഞ്ഞില്ല, ഉണ്ടകളെന്നാണ് പറഞ്ഞത്. അവർ പറയുകയാണ്. ഏത് അതിൻ്റെ വിഷമം ഞങ്ങൾക്കറിയാം. ആ കൊലക്കേസ് നടത്താൻ 10 പൈസ ആലപ്പുഴ പാർട്ടി ജില്ലാ കമ്മിറ്റി തന്നില്ല. അവസാനം VS അച്യുതാനന്ദൻ ഇടപെട്ടു. അദ്ദേഹം ഹൈക്കോടതിയിൽ എന്നെ കൊണ്ട് സ്യൂട്ട് കൊടുപ്പിച്ചിട്ട് ഭുവനേശ്വറിന് വേണ്ടി വാദിക്കുന്ന ഗവൺമെൻറ് വക്കീൽ അവനെ കൊന്ന ഒരാളിൻ്റെ അച്ഛന് പബ്ലിക് ശങ്കരൻ നായർ മരിച്ചുപോയി, RSP. അവിടെ മകനാണ് KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ്. അവന്മാരെല്ലാം കൂടിയാണ് വന്നത്. അവിടെ മാറ്റണമെന്ന് പറഞ്ഞു ഹൈക്കോടതി മാറ്റി കൃഷ്ണൻ സാർ എന്ന് പറയുന്ന മാവേലിക്കര താലൂക്ക് SNDP യൂണിയൻ്റെ പ്രസിഡന്റിനെ വെച്ചു. അദ്ദേഹം നന്നായി വാദിച്ചു. 33 സാക്ഷികളുണ്ട്. 33 സാക്ഷികൾ 2 മാസക്കാലം ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചെലവഴിച്ചു. അതിനുവേണ്ടി ഏതാണ്ട് 40,000 രൂപ വില വരുന്ന വലിയൊരു ആഞ്ഞിലി മരം ഞങ്ങൾ വെട്ടിവിറ്റു. ബാക്കി പലതരത്തിലുണ്ടാകും. ഒരു പൈസ പോലും ആരും തന്നില്ല. അന്വേഷിക്കാനൊരു നേതാവ് വന്നില്ല. ആ പ്രദേശത്തുള്ള LC കമ്മിറ്റി ചേരുമ്പോൾ വന്നു, ആരും വന്നില്ല. ഞങ്ങളെ കേസ് നടത്തി, നന്നായിട്ട് നടത്തി. പക്ഷേ മജിസ്ട്രേറ്റ് പറഞ്ഞു, തലശ്ശേരിക്കാരനാണ് അദ്ദേഹം, മജിസ്ട്രേറ്റ് പറഞ്ഞു ഈ കേസിലെ 1ാം പ്രതിയിൽ നിന്ന് വന്ന പോലീസാണ്. കൊലയാളികളെക്കാൾ ശിക്ഷിക്കപ്പെട്ട പോലീസ് കേസ് നശിപ്പിച്ചു കളഞ്ഞു.